കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. എന്താണ് PM പ്രണാം സ്കീം? PM പ്രണാം എന്നാൽ മാതൃഭൂമിയുടെ പുനഃസ്ഥാപനം, അവബോധം, പോഷണം, മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിലാണ് PM പ്രണാം ആദ്യമായി പ്രഖ്യാപിച്ചത്. ഇതര വളങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ച് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്താണ് PM പ്രണാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ജൈവവളങ്ങളോട് ചേർന്ന് രാസവളങ്ങളുടെ സമീകൃത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. 2022-23 ഏകദേശം 2.25 ലക്ഷം കോടി രൂപയായിരുന്ന രാസവളങ്ങളുടെ സബ്സിഡി ഭാരം കുറയ്ക്കുക. PM പ്രണാം സ്കീമിന്റെ പ്രധാന സവിശേഷതകൾ: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്കീമുകൾക്ക് നിലവിലുള്ള വളം സബ്സിഡികൾ ലാഭിക്കുന്നതിലൂടെയാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. PM പ്രണാം പദ്ധതിക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാകില്ല. PM പ്രണാം പദ്ധതിയുടെ സബ്സിഡി സേവിങ്ങുകളും ഗ്രാന്റുകളും. സബ്സിഡി സമ്പാദ്യത്തിന്റെ 50% കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകും. ഗ്രാന്റിന്റെ 70% വിവിധ തലങ്ങളിലുള്ള ബദൽ വളങ്ങളും ഉൽപാദന യൂണിറ്റുകളും സാങ്കേതികമായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആസ്തികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ശേഷിക്കുന്ന 30% കർഷകർ, പഞ്ചായത്തുകൾ, വളം കുറയ്ക്കൽ, ബോധവൽക്കരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് പങ്കാളികൾക്ക് പ്രതിഫലം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കാം. വളം കുറയ്ക്കുന്നതിന്റെ കണക്കുകൂട്ടൽ. ഒരു സംസ്ഥാനം യൂറിയ ഉപഭോഗം കുറയ്ക്കുന്നത് കഴിഞ്ഞ 3 വർഷങ്ങളിലെ യൂറിയയുടെ ശരാശരി ഉപഭോഗവുമായി താരതമ്യം ചെയ്ത് ഈ കണക്കുകൂട്ടൽ സബ്സിഡി സേവിങ്ങുകൾക്കും ഗ്രാന്റുകൾക്കുമുള്ള യോഗ്യത നിർണ്ണയിക്കും. സുസ്ഥിര കൃഷിയുടെ പ്രോത്സാഹനം. ജൈവവളങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് സുസ്ഥിര കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കും. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത വർദ്ധിപ്പിക്കുകയും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമതയെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഇന്ന് നമുക്ക് ജീവാണുവളങ്ങളെപ്പറ്റി പരിചയപ്പെടാം. സംയോജിത സസ്യസംരക്ഷണവും ജൈവകൃഷിയും പ്രാവർത്തികമാക്കുമ്പോൾ ജൈവവള പ്രയോഗം ഏറെ പ്രസക്തമാണ്. കേരളത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ജീവാണുവളങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി റൈസോബിയം. പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പയറുവർഗ്ഗ, പച്ചില വളച്ചെടികൾ എന്നിവ റൈസോബിയം കൾച്ചർ കലർത്തി വിതയ്ക്കുന്നത് നൈട്രജൻ വളത്തിന്റെ ആവശ്യകത വളരെ കുറയ്ക്കുന്നു. വിത്തുപചാരമാണ് പ്രയോഗരീതി. അടുത്തതായി അസറ്റോബാക്ടർ. കരപ്രദേശ വിളകൾക്ക് പച്ചക്കറികൾ, മരച്ചിനി, തോട്ടവിളകൾ മാത്രം യോജിച്ചതാണിത്. മാധ്യമവുമായി ചേർത്ത നിലയിലാണ് ഇത് കമ്പോളത്തിൽ കെട്ടുക. അസറ്റോബാക്ടർ കരപ്രദേശത്തെ മണ്ണിൽ ചേർക്കുമ്പോൾ 15 to 20 കിലോഗ്രാം നൈട്രജൻ സംഭരിക്കപ്പെടും എന്നതുകൊണ്ട് മറ്റു നൈട്രജൻ വളങ്ങളുടെ ആവശ്യകത 10 മുതൽ 20% കുറയ്ക്കാം. വിത്തിൽ പുരട്ടുക, തൈകൾ മുക്കുക, മണ്ണിൽ നേരിട്ടുപയോഗിക്കുക എന്നിവയാണ് പ്രയോഗരീതികൾ. അടുത്തതായി അസോസ്പൈറിലം. കരപ്രദേശങ്ങൾക്കും താഴ്ന്ന പാടങ്ങൾക്കും യോജിച്ച ഇത് മാധ്യമങ്ങളുമായി ചേർത്താണ് കമ്പോളത്തിൽ ലഭിക്കുക. അസോസ്പൈറിലത്തിന് ഹെക്ടർ 1-ന് 20 to 25 കിലോഗ്രാം നൈട്രജൻ മണ്ണിൽ ചേർക്കാനുള്ള ശേഷിയുള്ളതിനാൽ രാസവളമായി ചേർക്കുന്ന നൈട്രജനിൽ 25% കുറവ് വരുത്താം. അതുകൊണ്ട് ഈ ജൈവവളം തോട്ടവിളകളുടെ തൈകൾക്ക് വേരുപിടിപ്പിക്കുന്നതിനും പച്ചക്കറികൾക്കും ശുപാർശ ചെയ്യുന്നു. കുട്ടനാട്ടിലെ മണ്ണിൽ നിന്നും എടുത്തിട്ടുള്ള AZR-15, AZR-37 എന്നിവ നെല്ലിനും പച്ചക്കറികൾക്കും നഴ്സറി ചെടികൾക്കും വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അടുത്തതായി ഇതിന്റെ ഉപയോഗക്രമം നോക്കാം. വിത്തുപചാരം. 5 മുതൽ 10 കിലോഗ്രാം വിത്തിന് 500 ഗ്രാം കൾച്ചർ വേണ്ടിവരും. വെള്ളമോ കഞ്ഞിവെള്ളമോ തളിച്ച് വിത്ത് നനയ്ക്കുക. പ്ലാസ്റ്റിക് ട്രേയിലോ ബേസിനിലോ 500 ഗ്രാം അസോസ്പൈറിലം എടുത്ത് നനച്ച വിത്ത് അതിലിട്ട് നല്ലപോലെ യോജിപ്പിക്കുക. 30 മിനിറ്റ് നേരം തണലിൽ ഉണക്കണം. ഇങ്ങനെ ഉണക്കിയ വിത്ത് ഉടനെ വിതയ്ക്കുകയും വേണം. വേരുമുക്കൽ. പറിച്ചു നടുന്ന വിളകൾക്ക് തൈകളുടെ വേരുഭാഗം 500 ഗ്രാം കൾച്ചറും
50 ലിറ്റർ വെള്ളവും ചേർത്തുണ്ടാക്കിയ കുഴമ്പിൽ 15 മുതൽ 20 മിനിറ്റ് മുക്കി വെച്ചതിനു ശേഷം നടുക. മണ്ണിൽ ചേർക്കുന്ന വിധം: കൾച്ചർ ചാണകപ്പൊടിയുമായോ അല്ലെങ്കിൽ കമ്പോസ്റ്റുമായോ 1:25 എന്ന അനുപാതത്തിൽ കലർത്തി മണ്ണിൽ നേരിട്ട് ചേർക്കുക. വിത്തിൽ ചേർക്കുന്ന വിധം: 60 ലിറ്റർ വെള്ളത്തിൽ 2 കിലോഗ്രാം കൾച്ചർ യോജിപ്പിച്ചത് 1 ഹെക്ടർ സ്ഥലത്തേക്കുള്ള നെൽവിത്ത് കുതിർക്കുന്നതിന് മതിയാകും. വിതയ്ക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് വിത്ത് ഈ ലായനിയിൽ ഇട്ടുവയ്ക്കുക. പറിച്ചു നടുകയാണെങ്കിൽ 40 ലിറ്റർ വെള്ളത്തിൽ 2 കിലോഗ്രാം കൾച്ചർ യോജിപ്പിച്ച കുഴമ്പിൽ തൈകളുടെ വേര് 15 മുതൽ 20 മിനിറ്റ് മുക്കിയതിനു ശേഷം വേണം നടാൻ. ഈ കുഴമ്പ് 1 ഹെക്ടറിലേക്ക് വേണ്ട ഞാറ് മുക്കുന്നതിനും മതിയാകും. 2 കിലോഗ്രാം കൾച്ചർ കാലിവളത്തോടൊപ്പം പാടത്ത് ചേർക്കുകയും വേണം. ബ്ലൂ ഗ്രീൻ ആൽഗ: ചേറ്റുകണ്ടങ്ങളിലെ നെൽകൃഷിക്കാണ് ഇത് പ്രധാനമായും ശുപാർശ ചെയ്തിട്ടുള്ളത്. പുളിരസമുള്ള pH 6 താഴെയുള്ള മണ്ണിന് ഈ ജൈവവളം യോജിച്ചതല്ല. ഇത് ഹെക്ടറിന് 25 മുതൽ 30 കിലോഗ്രാം നൈട്രജൻ മണ്ണിൽ ചേർക്കും. പറിച്ചു നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഹെക്ടറിന് 10 കിലോഗ്രാം എന്ന തോതിൽ ഇത് വയലിൽ നേരിട്ട് വിതറാം. അസോള: നെൽകൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ അസോള പാടത്ത് തന്നെ ഉണ്ടാക്കാം. ഇത് ഹെക്ടറിന് 25 മുതൽ 30 കിലോഗ്രാം നൈട്രജൻ മണ്ണിൽ ചേർക്കും. ഫോസ്ഫേറ്റ് ലയിപ്പിക്കുന്ന ബാക്ടീരിയയും കുമിളും: അല്പം ക്ഷാരഗുണമുള്ളതും അമ്ലഗുണമില്ലാത്തതുമായ കരപ്രദേശ മണ്ണിനാണ് ഇത് ശുപാർശ ചെയ്യുന്നത്. ഫോസ്ഫേറ്റ് വളങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് ഈ ബാക്ടീരിയയും കുമിളും സഹായിക്കും. ഇതിന്റെ പ്രയോഗരീതി വിത്തുപചാരവും മണ്ണിൽ നേരിട്ടുള്ള പ്രയോഗവും. അടുത്തതായി ആർബസ്കുലാർ മൈക്കോറൈസ: ടിഷ്യൂ കൾച്ചർ തൈകൾ, ചട്ടികളിൽ വളർത്തുന്ന ചെടികൾ, പറിച്ചുനടിയിൽ രീതി അനുവർത്തിക്കുന്ന വിളകൾ എന്നിവയ്ക്കാണ് ആർബസ്കുലാർ മൈക്കോറൈസൽ ഫംഗൈ കൂടുതലായി ശുപാർശ ചെയ്യുന്നത്. മൈക്കോറൈസ പ്രയോഗിക്കുന്ന ചെടികൾക്ക് മണ്ണിലെ ഫോസ്ഫറസ് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കഴിവ് കൂടുന്നു. വലിച്ചെടുക്കുന്ന വെള്ളം, നൈട്രജൻ, പൊട്ടാസ്യം, മറ്റ് സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയുടെ അളവും കൂടുന്നു. ഇതുകൊണ്ട് തന്നെ ടിഷ്യൂ കൾച്ചർ തൈകൾ നടുമ്പോൾ എളുപ്പം പിടിച്ചു കിട്ടുന്നതിന് മൈക്കോറൈസ പ്രയോഗം ഏറെ സഹായിക്കും. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ചെടിക്ക് കഴിയും. മൈക്കോറൈസ സ്പോറുകൾ ഉള്ള വേരുകളും മണ്ണും അടങ്ങിയ തരി രൂപത്തിലാണ് ഇത് ലഭിക്കുക. ഇതിൽ മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ജീവാണുവളങ്ങളുടെ പ്രയോഗ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി വിത്തുപചാരം. കമ്പോളത്തിൽ ലഭിക്കുന്ന 500 ഗ്രാം മൈക്കോറൈസ മിശ്രിതം 1 ഹെക്ടർ സ്ഥലത്തേക്കുള്ള വിത്തിൽ പുരട്ടുന്നതിന് മതിയാകും. ആദ്യമായി 1.25 ലിറ്റർ വെള്ളത്തിൽ 500 ഗ്രാം മിശ്രിതം കലർത്തിയ കുഴമ്പ് രൂപത്തിലാക്കുക. വിത്തിൽ പറ്റിപ്പിടിക്കുന്നതിന് 10 ഗ്രാം ശർക്കര ലായനിയോ 5% പഞ്ചസാര ലായനിയോ ചേർക്കണം. കൂടെ 40% പശയോ കഞ്ഞിവെള്ളമോ ചേർക്കുക. വിത്തിന്റെ തൊലിക്ക് കേട് സംഭവിക്കാത്ത തരത്തിൽ ഈ കുഴമ്പ് മുക്കിയ ശേഷം ചാക്കിൽ പരത്തി തണലിൽ ഉണക്കി ഉടനെ തന്നെ നനവുള്ള മണ്ണിൽ വിതയ്ക്കണം. ഒരു കാരണവശാലും ഉപചാരം കഴിഞ്ഞ വിത്ത് കൂടുതൽ നേരം നേരിട്ട് വെയിലിൽ കൊള്ളാൻ ഇടയാക്കരുത്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ബാക്ടീരിയ നശിപ്പിക്കും. മണ്ണിൽ പ്രയോഗിക്കൽ. റൈസോബിയം, ബ്രാഡി റൈസോബിയം, അസോറൈസോബിയം എന്നിവ ഒഴികെ ബാക്കി എല്ലാ തരത്തിലുള്ള ജീവാണുവളങ്ങളും മണ്ണിൽ ഉപയോഗിക്കുന്നതിനാണ് ശുപാർശ ചെയ്യുന്നത്. ഉണങ്ങിയ കാലിവളമോ കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ 1:25 എന്ന അനുപാതത്തിൽ ചേർത്ത് പ്രയോഗിക്കുന്നതാണ് രീതി. 6 മാസം കാലാവധിയുള്ള വിളയ്ക്ക് ഹെക്ടറിന് 1 മുതൽ 2 കിലോഗ്രാം ആണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ കാലാവധിയുള്ള വിളകൾക്ക് 2 മുതൽ 4 കിലോഗ്രാം ഉപയോഗിക്കാം. ചിരസ്ഥായി വിളകൾക്ക് 1-ാം വർഷം വേരുപടലത്തിനായി 10 മുതൽ 25 ഗ്രാം വരെ മൈക്കോറൈസ പ്രയോഗിക്കണം. തുടർന്നുള്ള വർഷങ്ങളിൽ 25 മുതൽ 50 ഗ്രാം വീതം കൊടുക്കണം. വിതയ്ക്കുന്ന സമയത്ത്, പറിച്ചു നടുന്ന സമയത്തോ ഇടപ്പണികളുടെ സമയത്തോ ഇത് ചെയ്യാം. ജീവാണുവളങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ. ഓരോ വിളയ്ക്കും ശുപാർശ ചെയ്തിട്ടുള്ള ആവശ്യമായ അളവ് ജൈവവളം ജീവാണുവളത്തോടൊപ്പം പ്രയോഗിക്കണം. ചെടികളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മാണുവളങ്ങൾ മണ്ണിൽ പ്രവർത്തിക്കുന്നതിനും ഇത് ആവശ്യമാണ്. pH 6 കുറവാണെങ്കിൽ കുമ്മായം ചേർക്കേണ്ടത് അനിവാര്യമാണ്. സാമാന്യം പുളിരസമുള്ള മണ്ണിൽ ജീവാണുവള പ്രയോഗത്തിനു മുമ്പായി ഹെക്ടറിന് 250 കിലോഗ്രാം എന്ന തോതിൽ കുമ്മായം ചേർക്കണം. സൂക്ഷ്മാണുക്കൾ മണ്ണിൽ ചേർക്കുന്നതിന് ജീവാണുവളം ചേർത്ത വിളകൾക്ക് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം. ജീവാണുവളങ്ങൾ ചെടിക്ക് ആവശ്യമായ നൈട്രജന്റെ 1 ഭാഗം മാത്രമേ ലഭ്യമാക്കൂ എന്നതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ നൈട്രജനും ശുപാർശ അനുസരിച്ചുള്ള ഫോസ്ഫറസും പൊട്ടാസ്യവും അധികമായി നൽകണം. ചെടികളുടെ വളർച്ചയ്ക്കും ഉയർന്ന വിളവിനും ഇത് അത്യാവശ്യമാണ്. അതുപോലെ ഫോസ്ഫേറ്റ് ജീവാണുവളങ്ങൾ പ്രയോഗിക്കുമ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ള നൈട്രജനും പൊട്ടാസ്യവും മുഴുവൻ കൊടുക്കണം. ജീവാണുവള പ്രയോഗവും രാസവള പ്രയോഗവും തമ്മിൽ ഒരാഴ്ചയെങ്കിലും ഇടവേള നൽകിയിരിക്കണം. വിപണിയിൽ ലഭിക്കുന്ന ജീവാണുവളങ്ങൾ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതിക്ക് മുമ്പ് ഉപയോഗിക്കണം. ഹെക്ടറിന് 25 കിലോഗ്രാം എന്ന തോതിൽ സൂപ്പർ ഫോസ്ഫേറ്റ് നീലഹരിത പായൽ പ്രയോഗിച്ച് 10 ദിവസത്തിന് ശേഷം മേൽവളമായി ചേർത്ത് കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. നെൽപ്പാടങ്ങളിലെ ആൽഗ ഇനത്തിൽപ്പെട്ട പച്ചപ്പായൽ വളർച്ചയും വംശവർധനയും പ്രതികൂലമായി ബാധിക്കുന്നു.
ഇത് കണക്കിലെടുത്ത് ഈ പായലിന്റെ വളർച്ചയെ ഹെക്ടറിന് 4 കിലോഗ്രാം കോപ്പർ സൾഫേറ്റ് പ്രയോഗിച്ച് തടയേണ്ടതാണ്. ഏകദേശം 6.5 pH ഉള്ളതും സാമാന്യം പുളിരസമുള്ളതുമായ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് കുമ്മായം കൊണ്ട് പൊതിയുന്നതിലൂടെ റൈസോബിയം, ബ്രാഡി റൈസോബിയം എന്നിവയുടെ കാര്യക്ഷമത കൂട്ടാൻ സാധിക്കും. ഫോസ്ഫറസ് കുറവായ മണ്ണിൽ അസോളയുടെ നല്ല വളർച്ച ഉറപ്പാക്കുന്നതിനായി 4 ദിവസത്തിലൊരിക്കൽ ഹെക്ടറിന് 1 കിലോഗ്രാം എന്ന തോതിൽ ഫോസ്ഫേറ്റ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ചുവപ്പ് രാശിയുള്ള ഊതനിറം അസോളയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫോസ്ഫേറ്റിന്റെ കുറവ് കൊണ്ടാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അസോളയിലെ പോഷകാംശം ചെടിക്ക് ലഭിക്കണമെങ്കിൽ മണ്ണിൽ ചേർന്നു ദ്രവിക്കണമെന്നതുകൊണ്ട് ഞാറ് പറിച്ച് നടുന്നതിന് മുമ്പ് അസോള മണ്ണിൽ ഉഴുത് ചേർത്തിരിക്കണം. നെൽപ്പാടത്തെ യന്ത്രച്ചങ്ങാതിമാർ. നെൽകൃഷിയിൽ നിലമൊരുക്കാനും വിത്ത് വിതയ്ക്കാനും ഞാറു നടാനും ഇടയിളക്കാനും വിളവെടുപ്പിനും വൈക്കോൽ ശേഖരിക്കാനുമെല്ലാം വെവ്വേറെ യന്ത്രങ്ങളുണ്ട്. ഇവിടെ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓരോ സാഹചര്യത്തിനും ഇണങ്ങിയ യന്ത്രങ്ങൾ വേണം തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയും സമയലാഭവും ഒക്കെ കൈവരിക്കുകയുള്ളൂ. വിവിധ യന്ത്രങ്ങൾ പരിചയപ്പെടാം. KAU പഡ്ലർ. കേരള കാർഷിക സർവകലാശാലയുടെ കണ്ടെത്തലാണ് KAU പഡ്ലർ. വളഞ്ഞു പിരിഞ്ഞ ബ്ലേഡുകളാണ് ഇതിന്റെ പ്രത്യേകത. ചെളി പൂട്ടാനാണ് ഇത് ഉത്തമം. കേജ് വീലുകൾ ഘടിപ്പിച്ച ട്രാക്ടറിൽ പിടിപ്പിച്ച് ഇത് പാടത്ത് ഉപയോഗിക്കാം. വളഞ്ഞു പിരിഞ്ഞ ബ്ലേഡുകൾ ചെളി കലക്കും. ട്രാക്ടറിൽ ഇരുമ്പു ചക്രങ്ങളോടുകൂടി ഇത് ഉപയോഗിക്കുമ്പോൾ 40 മുതൽ 45% സമയലാഭവും അതുവഴി ഓരോ ഹെക്ടറിലും ചെലവാകുന്ന ഡീസലിന്റെ അളവിൽ 30 മുതൽ 35% കുറവും നേടാൻ കഴിയുന്നു. ചെളി കലക്കൽ പരിധി വിടാത്തതിനാൽ യന്ത്രവൽകൃത ഞാറുനടീലിനും ഈ രീതി സഹായകമാണ്. നിലം അതനുസൃതമായി പാകപ്പെടുന്നു. ഇങ്ങനെ ചെളി കലക്കുമ്പോൾ പാടങ്ങളുടെ നിരപ്പ് വ്യത്യാസം ഗണ്യമായി കുറയും. വിത്ത് വിതയ്ക്കാൻ യന്ത്രം. പൊടി വിതയ്ക്കും ചേറ്റു വിതയ്ക്കും വിത്ത് വിതയ്ക്കാൻ പ്രത്യേക യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ട്രാക്ടർ കൾട്ടിവേറ്ററിനോട് ഘടിപ്പിച്ച വിത്ത് വിത യന്ത്രം 20 സെന്റിമീറ്റർ അകലത്തിൽ 9 വരിയിൽ വിത്തിട്ടു പോകും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൾട്ടിവേറ്ററിൻ്റെ കൊഴുകൾക്കു പിന്നിൽ ഒരു കുഴലിലൂടെ ക്രമമായി വിത്ത് നിക്ഷേപിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ യന്ത്രം കൊണ്ട് 1 ഏക്കർ സ്ഥലത്ത് വിത്ത് വിതയ്ക്കാൻ ഏകദേശം 1 മണിക്കൂർ മതി. റോട്ടാവേറ്റർ ഉപയോഗിച്ച് പൊടി പരുവമാക്കിയ മണ്ണിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ യന്ത്രം തന്നെ പൊടി വിതയ്ക്കായി കാർഷിക സർവകലാശാല കൂടുതൽ പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ യന്ത്രത്തിൽ വിത്തിന്റെ നിരക്ക് ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കും. വരികൾ തമ്മിൽ 20 മുതൽ 25 സെന്റിമീറ്റർ എന്ന ക്രമത്തിൽ അകലം ക്രമീകരിക്കാനും കഴിയും. പൊടി വിതയിൽ കളശല്യം കുറയ്ക്കാൻ വേണ്ടി കളകൾ മുളയ്ക്കും മുമ്പ് പ്രയോഗിക്കേണ്ട കളനാശിനികൾ തളിച്ചു കൊടുക്കാനും ഇതിനോടൊപ്പം സൗകര്യമുണ്ട്. വരിയായി വിത്തിടുന്നതിനാൽ പിന്നീട് കള നീക്കി യന്ത്രങ്ങൾ പാടത്ത് പ്രവർത്തിപ്പിക്കാനും സ്ഥല സൗകര്യം ലഭ്യമാകും. ഞാറുനടിയിൽ യന്ത്രം. 6 വരി ഞാറ് നടാവുന്ന ഞാറുനടിയിൽ യന്ത്രം ഫിലിപ്പീൻസിലെ അന്തർദേശീയ നെല്ലു ഗവേഷണ കേന്ദ്രം ആണ് നിർമ്മിച്ചത്. ലളിത പ്രവർത്തന രീതിയാണ് ഇതിൻ്റെ സവിശേഷത. 20x50 സെന്റിമീറ്റർ അളവിലുള്ള 6 പായ് ഞാറ്റ ടിക്ഷണങ്ങളോ ട്രാൻസ്പ്ലാന്റർ ട്രെയിൽ വെച്ച് ഒരാൾക്കു തന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ആകെ 20 കിലോഗ്രാം മാത്രമാണ് യന്ത്രത്തിൻ്റെ ഭാരം. നന്നായി ചെളി പൂട്ടി നിരപ്പാക്കിയ നേരിയ തോതിൽ വെള്ളം നിൽക്കുന്ന നിലങ്ങളിലാണ് ഈ യന്ത്രം ഉപയോഗിക്കുന്നത്. വരികൾ തമ്മിൽ 20 സെന്റിമീറ്റർ ആണ് അകലം. നുരികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കാനും സാധിക്കും. 1 മണിക്കൂറിൽ 25 സെന്റ് സ്ഥലത്ത് ഞാറ് നടാൻ കഴിയും. ഇതുവഴി തൊഴിലാളികളുടെ എണ്ണത്തിലും കൂലിച്ചെലവിലും ഏതാണ്ട് 70 മുതൽ 75% വരെ കുറവ് വരുത്താൻ സാധിക്കുമെന്ന് കണക്കാക്കിയിരിക്കുന്നു. ഞാറുനടിയിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി പായ് ഞാറ്റടിയാണ്. ഏകദേശം 1 മീറ്റർ വീതമുള്ള പോളിത്തീൻ ഷീറ്റ് നിരപ്പാക്കിയ വയലിൽ വിരിച്ച് അതിനു മീതെ 1.5 സെന്റിമീറ്റർ കനത്തിൽ ചെളിയോ പൊടിമണ്ണോ നിരത്തി അതിനു മീതെയാണ് വിത്തിടുന്നത്. ഒരു ചതുരശ്ര മീറ്ററിൽ 600 തൊട്ട് 700 ഗ്രാം വിത്ത് ക്രമമായി വിതരണം. നല്ല മുളയ്ക്കൽ ശേഷിയുള്ള വിത്ത് മാത്രമേ ഇവിടെ ഉപയോഗിക്കാവൂ. ഞാറ്റടി നന്നായില്ലെങ്കിൽ ഒരു പക്ഷേ യന്ത്രനടിയിൽ പരാജയപ്പെട്ടേക്കാം. പ്രത്യേകം തയ്യാർ ചെയ്ത പാഴ്ഞാറ്റടിയാണ് ഞാറുനടിയിൽ യന്ത്രങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. നല്ല കമ്പനികളുടെ യന്ത്രങ്ങൾക്ക് ഭാരം നന്നേ കുറവായിരിക്കും. അതിനാൽ ചേറ്റാഴമുള്ള വയലുകളിൽ പോലും സ്ത്രീകൾക്കും ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. വരമ്പുകൾ കടക്കുമ്പോൾ യന്ത്രം ഹൈഡ്രോളിക് സംവിധാനത്തിൽ സ്വയം ഉയരുന്നതിനാൽ
കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും കഴിയും. യാശ്ചിക ശക്തി എന്ന ഞാറുനടിയിൽ യന്ത്രമുണ്ട്. കൈകൾ പോലെയാണ് ഇതിന്റെ ഞാറു നടുന്ന ഭാഗം. ഇത് ഒരേ സമയം 8 നിരകളിൽ നടും. നിരകൾ തമ്മിൽ 22.5 സെന്റിമീറ്റർ അകലവും നിരയിൽ ചുവടുകൾ തമ്മിൽ 10 തൊട്ട് 12 സെന്റിമീറ്റർ അകലവും ഉണ്ടാവും. ഞാറു നടുന്ന ആഴവും നുരികളിൽ ഉണ്ടാകുന്ന ഞാറ്റുകളുടെ എണ്ണവും ക്രമീകരിക്കാൻ ഇതിൽ സംവിധാനമുണ്ട്. മണിക്കൂറിൽ 20 തൊട്ട് 40 സെന്റ് സ്ഥലത്ത് നടും. ഇതിന്റെ പ്രവർത്തനം 3.25 കുതിരശക്തിയുള്ള ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ്. കേരളത്തിൽ യാശ്ചിക ശക്തി യന്ത്രം വിതരണം ചെയ്യുന്നത് റെയ്ഡ്കോ എന്ന സഹകരണ പൊതുസ്ഥാപനമാണ്. കളയിളക്കി യന്ത്രം. വരിയായി വിതച്ച യന്ത്രങ്ങൾ കൊണ്ട് ഞാറുനട്ട വയലുകളിൽ കളയിളക്കി യന്ത്രങ്ങൾ കൊണ്ട് കളനിയന്ത്രണം നടത്താം. മനുഷ്യശക്തിയിൽ പ്രവർത്തിക്കുന്ന റോട്ടറി വീഡർ എന്ന ചക്രകളിയെ കോണോ വീഡർ, ഫിംഗർ ടൈപ്പ് വീഡർ എന്നിങ്ങനെ ഇവ 2 തരമുണ്ട്. മണ്ണിന്റെ ഘടനയനുസരിച്ച് വേണം യന്ത്രം തിരഞ്ഞെടുക്കാൻ. കളയിളക്കികൾ ചെളിയുള്ള വയലുകളിൽ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിന്റെ ക്ലേശം കുറയ്ക്കാനായി എഞ്ചിൻ ഘടിപ്പിച്ച ജപ്പാനീസ് മാതൃക കളയിളക്കികൾ രംഗത്തുണ്ട്. കൊയ്ത്തുയന്ത്രം. അന്തർദേശീയ നെല്ലു ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കൊയ്ത്തുയന്ത്രം 5 കുതിരശക്തിയുള്ള ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിന് 1 മീറ്റർ വീതിയിൽ നെല്ലു കൊയ്തെടുക്കാൻ കഴിയും. ഇതിന്റെ പുറകിൽ ഒരാൾ നടന്നു പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വൈക്കോലും നെല്ലും കിട്ടും. ചാഞ്ഞു വീഴാത്ത പാടങ്ങളിൽ വിതച്ചതായാലും നട്ടതായാലും ഈ യന്ത്രം ഉപയോഗിക്കാം. 1 മണിക്കൂറിൽ 45 സെന്റ് പാടം കൊയ്യാൻ കഴിവുണ്ട്. ഇത് അധ്വാനം 85%, കൊയ്ത്തു ചെലവ് 65% കുറയ്ക്കുന്നു. മെതിയന്ത്രങ്ങൾ. കറ്റകൾ കയ്യിൽ പിടിച്ച് യന്ത്രത്തിന്റെ കറങ്ങുന്ന സിലിണ്ടറിനു നേരെ പിടിച്ച് മെതിച്ചെടുക്കാവുന്ന ചെറിയ ഹോൾഡ് ഓൺ മെതിയന്ത്രങ്ങളാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ലളിതം. മുഴുവൻ നെൽക്കറ്റകളും യന്ത്രത്തിനുള്ളിലേക്കിട്ട് മെതിച്ചെടുക്കുന്ന ഫ്ലോ ത്രൂ മെതിയന്ത്രങ്ങൾക്ക് ഉയർന്ന പ്രവർത്തനശേഷിയുണ്ട്. എന്നാൽ ഇവ പ്രവർത്തിപ്പിക്കാൻ കൂടുതൽ ശക്തി വേണം എന്നു മാത്രം. ട്രാക്ടറിനു പിന്നിലെ PTO ഷാഫ്റ്റിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആക്സിയൽ ഫ്ലോ മെതിയന്ത്രങ്ങൾ ഇതിൽ കൂടുതൽ സൗകര്യപ്രദമാണ്. കമ്പൈൻ ഹാർവെസ്റ്റർ. കൊയ്ത്തും മെതിയും പാറ്റലും ഒന്നിച്ചു നടത്തുന്ന യന്ത്രമാണിത്. നിരവധി ഇന്ത്യൻ നിർമ്മാതാക്കളും യൂറോപ്യൻ നിർമ്മാതാക്കളായ ക്ലാസ് ജപ്പാന്റെ കുബോട്ട, കൊറിയയുടെ കുക്കിജെ എന്നിവ കമ്പൈൻ ഹാർവെസ്റ്ററുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കമ്പൈനുകൾ പൊതുവെ 2 തരമുണ്ട്. സാധാരണ ചക്രങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവയും യുദ്ധത്തിനുപയോഗിക്കുന്ന ടാങ്കറിന്റെ പോലുള്ള ട്രക്കുകൾ ഉപയോഗിക്കുന്നവയും. വയലിൽ ചെളിയില്ലാത്ത അവസ്ഥയിലാണ് കൊയ്യേണ്ടതെങ്കിൽ ചക്ര കമ്പൈനുകൾ ഉപയോഗിക്കാം. ഇവയ്ക്ക് വില കുറവായതിനാൽ വാടകയും കുറവായിരിക്കും. ചെളിയുള്ള വയലുകളിലെ കൊയ്ത്തിന് ട്രാക്കുള്ള കമ്പൈനറുകൾ വേണം. ഇവയെല്ലാം മിക്കവാറും കൊയ്തെടുക്കുന്ന നെൽക്കറ്റകൾ അപ്പാടെ യന്ത്രത്തിനുള്ളിലേക്കെടുത്ത് മെതിച്ച് വൈക്കോൽ വയലിൽ പുറന്തള്ളുന്ന രീതി. ഉപയോഗിക്കുന്ന മെഡിക്കൽ സംവിധാനത്തിനനുസരിച്ച് വൈക്കോൽ മുറിഞ്ഞ് കഷ്ണങ്ങളായി പോകാനും സാധ്യതയുണ്ട്. വെട്ടിയെടുത്ത നെൽക്കറ്റകൾ ഒരു കൺവെയറിലൂടെ വരിയായി കടന്നു പോകുമ്പോൾ കതിരുള്ള ഭാഗം മാത്രം മെതിയന്ത്രത്തിനുള്ളിൽ കടത്തി മെതിച്ച ശേഷം വൈക്കോൽ വരിയായി കേടുകൂടാതെ വയലിൽ നിക്ഷേപിക്കുന്ന യന്ത്രങ്ങളുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കൃഷിമേഖലയ്ക്ക് ചില നിർദ്ദേശങ്ങൾ. 14-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള 65 പേജുള്ള സമീപന രേഖ അടുത്ത കാലത്ത് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് പുറത്തിറക്കി. കൃഷിമേഖലയിൽ 14-ാം പദ്ധതി ലക്ഷ്യമിടുന്നത് 14 കാര്യങ്ങളെന്ന് സമീപന രേഖയിൽ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നൽകേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 2020-21 കണക്കനുസരിച്ച് സംസ്ഥാനം മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 5.14 ലക്ഷം കോടി രൂപയാണ്. അതായത് പ്രതിശീർഷ മാസ വരുമാനം 12,242 രൂപ. ഇതിൽ കൃഷിമേഖലയുടെ സംഭാവന 9.44% മാത്രമാണ്. 10 വർഷം മുമ്പ് 12.37%. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയിൽ കൃഷിയുടെ സംഭാവന ഉയർത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പൂർണ്ണമായും സ്വയം പര്യാപ്തമല്ലെങ്കിലും കഴിയുന്നത്ര ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുക എന്നത് കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുത്ത് മുന്നേറുവാനും ഇനി വരുന്ന കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയായ 97 ലക്ഷം ഏക്കറിന്റെ
52%, 50 ലക്ഷം ഹെക്ടറിലാണെന്ന് കൃഷി ചെയ്യുന്നത്. ഇതിൽ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത് 11% സ്ഥലത്ത് മാത്രമാണ്. ഭൂരിഭാഗം കൃഷി സ്ഥലത്തും നാണ്യവിളകളാണുള്ളത്. മാത്രവുമല്ല 75.83 ലക്ഷം കൃഷിയിടങ്ങളുള്ള കേരളത്തിൽ കൃഷിയുടെ ശരാശരി വിസ്തൃതി വെറും 45 സെന്റ് മാത്രമാണ്. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് ഭക്ഷ്യോൽപാദനം വർധനവ് ഉണ്ടാക്കുക എന്ന ബുദ്ധിമുട്ടേറിയ വിഷയത്തിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് സമീപന രേഖയിലുള്ള ഒരു പ്രധാന നിർദ്ദേശം. കേരളത്തിലെ പ്രധാന വിളകളുടെ എല്ലാം ശരാശരി ഉൽപാദനം ലോകത്തെ ഏറ്റവും ഉയർന്ന ഉൽപാദനവുമായി നോക്കുമ്പോൾ വളരെ കുറവാണ്. കേരളത്തിൽ നെല്ലിന്റെ ശരാശരി വിളവ് ഏക്കറിന് 1228 കിലോ മാത്രമാണെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ 4012 കിലോയും താജിക്കിസ്ഥാനിൽ 3552 കിലോയുമാണ്. 50-ലധികം രാജ്യങ്ങളിലെ ശരാശരി വിളവ് നമ്മുടെ വിളവിനേക്കാൾ കൂടുതലാണ്. 2020 കേരള കാർഷിക സർവകലാശാല തയ്യാറാക്കിയ കാർഷിക പാരിസ്ഥിതിക മേഖലകൾ അതിർത്തി നിർണയവും വിള സമ്പ്രദായങ്ങളും എന്ന 138 പേജുള്ള രേഖ കേരളത്തിലെ 5 കാർഷിക പാരിസ്ഥിതിക മേഖലകളിലും പാലിക്കേണ്ട വിള സമ്പ്രദായങ്ങളെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിച്ചതെങ്കിലും അതിൽ വിവരിച്ചിരിക്കുന്നത് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വിളകളുടെ പേരുകൾ മാത്രമാണ്. സംസ്ഥാനത്ത് 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റുകളെയും യോജിച്ച കൃഷി സമ്പ്രദായങ്ങളെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ഓരോ ടൈപ്പിനും അനുയോജ്യമായ ശാസ്ത്രീയ കാർഷിക മുറകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പദ്ധതിയാണ് ഇനി ഉണ്ടാവേണ്ടത്. ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാ വർഷവും കൃത്യമായ ദിവസം ആനുകാലിക മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വിളപരിപാലന ശുപാർശകളുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും അടിയന്തരമായി ഇത് നടപ്പാക്കേണ്ടതാണ്. ഉൽപാദനക്ഷമത വർധനവിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ഓരോ കൃഷിയിടത്തിനും അനുയോജ്യമായ വളപ്രയോഗം. 2010 സംസ്ഥാനത്തു നിന്നും 2 ലക്ഷം മണ്ണ് സാമ്പിളുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് തല വളപ്രയോഗ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ പഞ്ചായത്തിൽ നിന്നും ശേഖരിച്ച 200ഓളം മണ്ണ് സാമ്പിളുകളുടെ വിവരങ്ങൾ അക്ഷാംശ രേഖാംശ വിവരാടിസ്ഥാനത്തിൽ ഭൂവിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ക്രിഗിംഗ് പോലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യാതിരുന്നതുകൊണ്ട് ഒരു പഞ്ചായത്തിന് ഒരു ശരാശരി വിവരം മാത്രമേ ഇതിൽ നിന്നും തയ്യാറാക്കാൻ പറ്റിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ 10 വർഷത്തിലധികമായ ഈ വിവരങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക ശേഷമുണ്ടായ മാറ്റം കൂടി പരിഗണിക്കുമ്പോൾ വലിയ പ്രസക്തിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലാ മണ്ണ് പരിശോധനാ ലാബുകളിലും ഇത് കൂടാതെയുള്ള 9 മൊബൈൽ മണ്ണ് പരിശോധനാ ലാബുകളിലുമായി ഓരോ വർഷവും ആയിരക്കണക്കിന് മണ്ണ് സാമ്പിളുകൾ പരിശോധിക്കുന്നു. കൂടാതെ മണ്ണ് സംരക്ഷണ മണ്ണ് സർവേ വിഭാഗത്തിന്റെ ലാബുകളിലും ഇത്തരം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഒരു ഏകീകൃത സംവിധാനത്തിലൂടെ മണ്ണ് സാമ്പിളുകളുടെ അക്ഷാംശ രേഖാംശ വിവരങ്ങൾ രേഖപ്പെടുത്തി മണ്ണ് പരിശോധനാ ഫലങ്ങളും അവിടേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്ത് സ്പെഷ്യൽ ഇന്റർപോളേഷൻ ടെക്നിക്കിലൂടെ തത്സമയം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം വരണം. ഇത്തരം അസന്തുലിതാവസ്ഥ കാർഷിക വളർച്ചയ്ക്ക് പരിമിതിയാകുമെന്നും രേഖയിൽ തുടർന്ന് പറയുന്നുണ്ട്. ഇതോടൊപ്പം ഇതേ കാലയളവിൽ സംസ്ഥാനത്ത് ജൈവവളങ്ങളുടെ ഉപയോഗം എത്ര വർദ്ധിച്ചെന്നും അതിലൂടെ ലഭിച്ച NPK-യുടെ അളവ് കൂടി ചേർത്തുള്ള പ്രതി ഹെക്ടർ NPK എത്രയാണെന്നും പറയാതിരുന്നത് യഥാർത്ഥ വസ്തുതയെ മറച്ചുവെക്കുന്നതാണ്. 2004 മുതൽ കഴിഞ്ഞ 19 വർഷമായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ 16 സംസ്ഥാനങ്ങളിലായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ ജൈവ കൃഷി ശൃംഖല ഗവേഷണ പദ്ധതിയുടെ പഠന റിപ്പോർട്ട് ജൈവ കൃഷിയും നാച്ചുറൽ കൃഷിയും സുസ്ഥിരവും ലാഭകരമാണെന്ന് പറയുന്നു. കൂടാതെ ഭക്ഷണ ഗുണനിലവാരം വർദ്ധിക്കുന്നു, മണ്ണിന്റെ ഗുണം കൂടുന്നു, കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നു. മറ്റ് പല ആവാസ വ്യവസ്ഥ സേവനങ്ങളുടെ വിലയും കൂടി പരിഗണിച്ചാൽ രാസകൃഷിയേക്കാൾ മെച്ചം ജൈവ പ്രകൃതി കൃഷി രീതികളാണെന്ന് ഈ റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു. പ്രകൃതി കൃഷി പഠനം തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ജൈവ രീതിയിൽ കൃഷി ചെയ്ത ചേമ്പിൽ പോഷകങ്ങൾ കൂടുതലായി കണ്ടതായി അന്തർദേശീയ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം കാണിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് കേരളത്തിലെ കൃഷിയെ ബാധിക്കുന്ന ഏറ്റവും മുഖ്യ ഘടകം. മഴയുടെ വൻതോതിലുണ്ടായ മാറ്റം, മഴദിനങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, പെട്ടെന്നുണ്ടാകുന്ന അതിവർഷം, മൺസൂൺ സീസണിലുണ്ടാകുന്ന മാറ്റം, പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന താപനില, മിനിമം താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് തുടങ്ങിയ മാറ്റങ്ങൾ നമ്മുടെ കൃഷിയെ സാരമായി ബാധിക്കുന്നു. ഇത്തരം മാറ്റങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള കൃഷിമുറകൾ വികസിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. സമീപന രേഖയിൽ ഇതിനെക്കുറിച്ച് വലിയ പരാമർശങ്ങളില്ല. വരും കാലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കൃഷി സമ്പ്രദായങ്ങളെ വർഗീകരിച്ച് ഇത്തരം കൃഷി സമ്പ്രദായങ്ങൾ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദോഷങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള സാങ്കേതിക വിദ്യാ പാക്കേജുകൾ സംഗ്രഹിച്ച് ഓരോ ടൈപ്പോളജിക്കും യോജിച്ച സാങ്കേതിക വിദ്യകളുടെ പ്രദർശന ഗ്രാമങ്ങളും സ്ഥാപിക്കണം. 23 കാർഷിക പാരിസ്ഥിതിക യൂണിറ്റ് അടിസ്ഥാനത്തിലും കൂടാതെ ഓരോ പഞ്ചായത്ത്
പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കാർഷിക ആകസ്മികത പദ്ധതികൾ തയ്യാറാക്കണം. പുരയുടെ കൃഷിക്ക് പ്രാധാന്യമുള്ള സംസ്ഥാനമായതിനാൽ വാണിജ്യ കൃഷിയിൽ നിന്നും വ്യത്യസ്തമായുള്ള ചില പ്രത്യേകതരം കൃത്യത കൃഷി രീതികൾ വികസിപ്പിക്കണം. ഉദാഹരണമായി ഒരു ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളങ്ങളോ കീടനാശിനികളോ അടങ്ങിയ സാക്ഷ്യ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വളകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും കാർബൺ തുലിതത്തെ സഹായിക്കാനും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുവാനും സാധിക്കും. വള ടാബ്ലറ്റുകളൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രചാരത്തിൽ ഉണ്ടാവുകയോ മാർക്കറ്റിൽ എത്തുകയോ ചെയ്യുന്നില്ല. ഇതിനുള്ള ശ്രമങ്ങൾ നടക്കണം. ഡ്രോൺ ഉപയോഗിച്ച് വളവും കീടനാശിനികളും തളിക്കുന്നതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന മിഥ്യാധാരണ മാറണം. സാധാരണ സ്പ്രേകളേക്കാൾ കാര്യക്ഷമത കൂട്ടുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യും. അത് മാത്രം പോരാ, മറിച്ച് നിർമ്മിത ബുദ്ധി, അധിഷ്ഠിത കൃത്യത, കൃഷി സാങ്കേതിക വിദ്യകൾ ഓരോ വിളയ്ക്കും വിളസമ്പ്രദായങ്ങൾക്കും വികസിപ്പിക്കുന്നതിനുള്ള പഠനം നടത്താൻ വിദഗ്ധ പരിശീലനം നേടിയ ഗവേഷകർ കാർഷിക സർവകലാശാലയിൽ കൂടുതലായി ഉണ്ടാവണം. ഇത്തരം ഗവേഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും മനുഷ്യവിഭവശേഷി വികസിപ്പിക്കുകയും ഇതിനാവശ്യമുള്ള പരീക്ഷണശാലകൾ വികസിപ്പിക്കുകയും വേണം. ഡ്രോണും നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സെൻസറുകളും വിള കീട രോഗ കമ്പ്യൂട്ടർ മോഡലുകൾ ഉപയോഗിച്ചിട്ടുള്ള തത്സമയ തീരുമാനങ്ങളും ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥ സ്മാർട്ട് ഫാമിംഗ് യാഥാർത്ഥ്യമാവുന്നത്. അടുത്ത പദ്ധതി ഏറെ പ്രാധാന്യം നൽകേണ്ട ഒരു മേഖലയാണിത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിൻ്റെ ആരോഗ്യം മനുഷ്യൻ്റെ ആരോഗ്യം. മനുഷ്യൻ്റെ നിലനിൽപ്പുമായി വളരെയധികം ബന്ധപ്പെട്ടു കിടക്കുന്ന അമൂല്യ പ്രകൃതി വിഭവമാണ് മണ്ണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ജലസംഭരണിയായ മണ്ണ് ബൃഹത്തായ ഒരു ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്ന വിഷയമായി കണ്ട് മണ്ണിൻ്റെ അപചയം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ: ഒന്നാമതായി, മണ്ണ് പരിശോധനയ്ക്ക് അനുസരിച്ചുള്ള ശാസ്ത്രീയ വളപ്രയോഗം. കൃത്യമായ മണ്ണ് പരിശോധനയ്ക്ക് അനുസരിച്ചുള്ള വളപ്രയോഗം നടത്തുന്നത് വഴി സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ മണ്ണിൽ ഉറപ്പുവരുത്തുന്നതിനും അമിത വളപ്രയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു. 2. മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കൽ. വിള അവശിഷ്ടങ്ങൾ, പച്ചില വളങ്ങൾ, കാലിവളം, കമ്പോസ്റ്റ് വളങ്ങൾ, മറ്റു ജൈവവളങ്ങൾ തുടങ്ങിയവ മണ്ണിലെ ജൈവാംശത്തിൻ്റെ തോത് അനുസരിച്ച് ചേർത്തു കൊടുക്കുക. ജൈവാംശം ഉറപ്പുവരുത്തുക വഴി മണ്ണിൽ സൂക്ഷ്മജീവികളുടെ വൈവിധ്യവും പ്രവർത്തനവും വർദ്ധിക്കുന്നു. വർദ്ധിച്ച ജൈവാംശം മൂലകങ്ങളുടെ സ്രോതസ്സായി വർദ്ധിക്കുകയും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തി ജല ആഗിരണ സംഗ്രഹണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മിനിമൽ ടില്ലേജ് അല്ലെങ്കിൽ ഉഴവ കുറച്ച് കൃഷി. മണ്ണിനെ ഇളക്കി മറിച്ചുള്ള പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഉഴവ് കുറച്ച് വിള അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതി സൂക്ഷ്മജീവികളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുകയും മൂലക പുനഃചക്രമണം ഉറപ്പാക്കാൻ കഴിയുകയും ചെയ്യുന്നു. 4. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വൈവിധ്യം വർദ്ധിപ്പിക്കുക. സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് ഉപയുക്തമായ സാഹചര്യം സൃഷ്ടിക്കുക വഴിയോ സൂക്ഷ്മാണുവളങ്ങൾ മണ്ണിൽ നേരിട്ട് ചേർത്തു കൊടുക്കുകയോ വഴി സൂക്ഷ്മജീവികളുടെ വൈവിധ്യം നിലനിർത്താം. സൂക്ഷ്മജീവികളുടെ എണ്ണം മണ്ണിൽ വർദ്ധിക്കുക വഴി മൂലക പുനഃചക്രമണം വേഗത്തിൽ നടക്കുകയും മണ്ണിനു ദോഷകരമായ ഘടകങ്ങളുടെ വിഘടനം സാധ്യമാവുകയും ചെയ്യുന്നു. PGPR മിശ്രിതങ്ങൾ, സ്യൂഡോമോണാസ്, അസെക്ടോബാക്ടർ, ആസോസ്പൈറില്ലം, ഫോസ്ഫോബാക്ടീരിയ തുടങ്ങിയ ജീവാണുവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 5. പുതയിടൽ. മണ്ണിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിനും ഈർപ്പം പിടിച്ചു നിർത്തുന്നതിനുമുള്ള ഫലപ്രദമായ മാർഗമാണ് പുതയിടൽ. ഇതുവഴി സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം മണ്ണിൽ സൃഷ്ടിക്കപ്പെടുന്നു. മഴവെള്ളം നേരിട്ട് പതിക്കുക വഴിയുള്ള മണ്ണൊലിപ്പ് ഒഴിവാക്കുക മണ്ണിൽ ആഴ്ന്നിറങ്ങുന്നതിനും സഹായകമാണ്. ജൈവ രീതിയിലുള്ള പുതയിടൽ മാർഗങ്ങളായ വൈക്കോൽ, വിള അവശിഷ്ടങ്ങൾ എന്നിവ അവലംബിക്കുക വഴി മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. 6. ആവരണ വിളകൾ. പയറുവർഗത്തിൽപ്പെട്ട ചെടികളാണ് പ്രധാനമായും ആവരണ വിളകളായി ഉപയോഗിക്കുന്നത്. നൈട്രജൻ ഫിക്സേഷൻ ശേഷിയുള്ള വിള ആയതിനാൽ മണ്ണിൽ നൈട്രജൻ മൂലക ലഭ്യത കൂടുകയും ഫലപുഷ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 7. ബഹുതല കൃഷി. വിളകളുടെ ഉയരത്തിനനുസരിച്ച് പല തലങ്ങളിലായി വളർത്തുന്ന കൃഷി സമ്പ്രദായമാണ് ബഹുതല കൃഷി. സൂര്യപ്രകാശത്തിനും വെള്ളത്തിനും വേണ്ടിയുള്ള വിളകളുടെ മത്സരം കുറയ്ക്കുന്നതിനും അതുവഴി മികച്ച വിളവ് ലഭിക്കുന്നതിനും സഹായകമാണ്. മഴവെള്ളം പലതരത്തിലുള്ള വിളകളിൽ തട്ടി വരുന്നതിനാൽ പ്രവേഗം കുറയുകയും മണ്ണൊലിപ്പ് ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നു. 8. ഇടവരി കൃഷി. മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇടതൂർന്ന വളരുന്ന ചെടികളും മണ്ണൊലിപ്പ് സാധ്യത കൂട്ടുന്ന വിളകളും വരികളിൽ ചരിവിനെതിരെ കൃഷി ചെയ്യുന്ന രീതി. പയറുവർഗ്ഗങ്ങളും പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ചോളം,
തീറ്റപ്പുല്ല് തുടങ്ങിയവ ഇടതൂർന്ന് വളരുന്നതിനാൽ മണ്ണൊലിപ്പ് തടയുന്നു. 9. വിള ചംക്രമണം. തുടർച്ചയായി ഒരു വിള കൃഷി ചെയ്യാതെ വിളകൾ മാറ്റി കൃഷി ചെയ്യുന്ന രീതി. ഒരു വിള തന്നെ കൃഷി ചെയ്താൽ ഉണ്ടാകുന്ന പോഷക ശോഷണം കുറയ്ക്കുന്നതിന് സഹായകമാകും. 10. ജൈവ വേലികൾ. ചരിവിനു കുറുകെ നിരനിരയായി ശീമക്കൊന്ന, കരിനൊച്ചി, സുബബൂൾ, മുരിങ്ങ പോലുള്ള ചെടികൾ വേലി പോലെ വെച്ച് പിടിപ്പിക്കുന്ന രീതി മണ്ണൊലിപ്പ് തടയുന്നതിന് സഹായിക്കുന്നു. 11. കോണ്ടൂർ കൃഷി. സമോച്ഛരേഖയെ അടിസ്ഥാനമാക്കി ചെരുവിനു എതിരായി വിളകൾ നട്ടു വളർത്തുന്ന കൃഷി രീതി മണ്ണു ജലസംരക്ഷണത്തിന് ഉത്തമ ഉദാഹരണമാണ്. 12. കയർ ഭൂ വസ്ത്രങ്ങളുടെ ഉപയോഗം. ചെരുവുകളിലും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലും കയർ ഭൂവസ്ത്രങ്ങൾ വിരിക്കുകയും പുൽവർഗത്തിൽപ്പെട്ട ചെടികൾ നട്ട് ബലപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ് തുടങ്ങിയവ തടയാൻ സഹായിക്കുക വഴി മണ്ണിനെ സംരക്ഷിക്കുന്നു. 13. മണ്ണ് സംരക്ഷണത്തിനായുള്ള നിർമ്മിതികൾ. കല്ലുകയ്യാലകൾ, വേദികകൾ, ട്രഞ്ചുകൾ, മൺബണ്ടുകൾ, ഭിത്തികൾ തുടങ്ങിയ നിർമ്മിതികൾ മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ് തടഞ്ഞ് മണ്ണ് സംരക്ഷണത്തിന് സഹായിക്കുന്നു. മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിന്റെ സുസ്ഥിര പരിപാലനത്തിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകേണ്ടത് കാലത്തിന്റെ ആവശ്യകതയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.